സംസ്ഥാനത്ത് അധികാര കൈമാറ്റത്തിന് ശേഷം വരുന്ന UDF സർക്കാരിന്റെ ആദ്യ ബജറ്റാണ് നാളെ. വിസ്മയിപ്പിക്കുമെന്ന നിരന്തരം മുഖ്യമന്ത്രി പറഞ്ഞ നമ്മൾക്കെല്ലാവർക്കും ആ ബജറ്റിൽ ഒരു അമിത പ്രതീക്ഷ തരുന്നുണ്ട്. എന്തൊക്കെ വേണം ബജറ്റിൽ? നമ്മൾ എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് അജിംസ്? നമ്മൾ ആഗ്രഹിക്കുന്നതല്ല, വി ഡി സതീശൻ എന്താണ് ആഗ്രഹിക്കുന്നതെന്നുള്ളതാണ് പ്രധാനം. കാരണം ഈ ഫിനാൻസ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണ്. അത് ചൂസ് ചെയ്തെടുത്തൊരു വകുപ്പാണ്. മറ്റൊന്ന്, പ്രതിപക്ഷത്തിരുന്നപ്പോൾ അദ്ദേഹം ഒരു ഷാഡോ മിനിസ്റ്ററെ പോലെയാണ് പെരുമാറിയത്. കൃത്യമായി ഫിനാൻസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അദ്ദേഹം നിരന്തരം ഇടപെട്ട് വന്നിരുന്നു. അപ്പോൾ അങ്ങനെ അതിൽ താല്പര്യമുള്ള ഒരാൾ, ഒരു ഷാഡോ മിനിസ്റ്ററെ പോലെ പെരുമാറിയ ഒരാൾ ഫിനാൻസ് മിനിസ്റ്റർ ആവുകയാണ്. അവിടെയാണ് പ്രധാനം. മുഖ്യമന്ത്രി ആവുന്നുള്ളത് ഫിനാൻസ് മിനിസ്റ്റർ ആകുമ്പോൾ അദ്ദേഹം ഉന്നയിച്ച പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മുടെ ഫിനാൻസ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ച പ്രശ്നം, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ടാക്സേഷനാണ്. അതായത് കൃത്യമായി നികുതി പിരിവ് നടക്കുന്നില്ല. അതുകൊണ്ടാണ് സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്നതെന്നായിരുന്നു പ്രതിപക്ഷത്തിരുന്നപ്പോൾ വി ഡി സതീശൻ്റെ ആരോപണം. എങ്കിൽ ആ നികുതി പിരിവ് ഊർജിതമാക്കാൻ എന്ത് പദ്ധതികളാണ് വി ഡി സതീശൻ കൊണ്ടുവരിക എന്നുള്ളതാണ് എല്ലാവരും ഇട്ട് നോക്കുന്നത്. ഒരു പക്ഷേ അത് അദ്ദേഹത്തിന് കഴിയുമായിരിക്കും. കാരണം അത് സൂക്ഷ്മമായി വിലയിരുത്തുന്ന ഒരാളെന്ന നിലയ്ക്ക് എവിടെയാണ് നികുതി ചോർന്നു പോകുന്നത്, ഏതൊക്കെ പുതിയ മേഖലകളിലാണ് നികുതി ഈടാക്കാൻ കഴിയുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമുണ്ടാകും. പ്രത്യേകിച്ചും സ്വർണ്ണ വിൽപ്പന പോലുള്ള വിഷയങ്ങൾ അദ്ദേഹം നേരത്തെ ഉന്നയിച്ചിട്ടുണ്ട്. ജ്വല്ലറികൾ എങ്ങനെയാണ് പുതിയ ടാക്സ് റെജീമിലേക്ക് കൊണ്ടുവരിക, എങ്ങനെയാണ് കൂടുതൽ അവരിൽ നികുതി പിരിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ പുതിയ ബജറ്റിൽ ഉണ്ടാകുമെന്നാണ് കരുതുന്നത്. അത് സർക്കാരിൻ്റെ വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികളായിരിക്കും മിക്കവാറും ഈ ബജറ്റിൻ്റെ പ്രധാനപ്പെട്ട ഊന്നൽ. അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 10 വർഷം LDF സർക്കാർ, ഒന്നാം പിണറായി വിജയൻ സർക്കാരിനെ ഏറ്റവും ജനപ്രിയമാക്കിയതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം ഈ പറയുന്ന സോഷ്യൽ വെൽഫെയർ സ്കീമുകൾ, പെൻഷൻ ഉൾപ്പെടെയുള്ള സ്കീമുകളായിരുന്നു. ആ സ്കീമുകൾ കുറച്ചുകൂടി ഭേദപ്പെടുത്തി നിലനിർത്തേണ്ട ഈ സർക്കാരിനെ സംബന്ധിച്ച് ഒരു ഇമേജിൻ്റെ കൂടി ബാധ്യതയാണ്. കാരണം അതില്ലാതാക്കാൻ പറ്റില്ല. ഇപ്പോൾ ഓൾറെഡി തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കി എന്നൊരു ആരോപണം പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ട്. ഈ മാസം അത് വിതരണം ചെയ്തിട്ടില്ല എന്നൊക്കെ പ്രതിപക്ഷ ആരോപണം ഉന്നയിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുള്ള ക്ഷേമ പെൻഷനുകൾ നിലനിർത്തുക, അത് കുറേ കൂടി മെച്ചപ്പെടുത്തി നിലനിർത്തുക എന്നുള്ളതും ഈ സർക്കാരിനെ സംബന്ധിച്ച് ഒരു ലക്ഷ്യമായിരിക്കും, ബജറ്റിലെ ഒരു പ്രധാനപ്പെട്ട ഊന്നലായിരിക്കും. അതുപോലെ തന്നെ ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികളുടെ പ്രഖ്യാപനം. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കിഫ്ബിയെ എങ്ങനെയാണ് ഈ സർക്കാർ റീഇൻവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 10 വർഷം നമ്മുടെ നാട്ടിലുണ്ടായിട്ടുള്ള മുഴുവൻ വികസനങ്ങളും പശ്ചാത്തല സൗകര്യ വികസനങ്ങളും കിഫ്ബി വഴിയാണ്. കിഫ്ബിക്ക് അതിൻ്റെതായ ഗുണങ്ങൾ ഉള്ളതോടൊപ്പം തന്നെ വലിയ ദോഷങ്ങളുണ്ട്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു CPM MLA, അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം MLA ആയിരുന്നു, ഈ MLA ആയിട്ട് വ്യക്തിപരമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് ഒരു ലെജിസ്ലേറ്റീവ് മോണിറ്ററിങ് ഇത്തരം പദ്ധതികൾക്ക് ഇല്ല എന്നുള്ളത് ഈ പദ്ധതിയുടെ പോരായ്മയാണ്. ഏത് MLA മാർ ചോദിച്ചാലും പദ്ധതികൾ കൊടുക്കുന്നു, പക്ഷേ അത് റിവ്യൂ ചെയ്യപ്പെടുന്നില്ല. ഓഫ് ബജറ്റ് ആയതുകൊണ്ട് ബജറ്റ് പ്രൊവിഷനിൽ വരാത്തതുകൊണ്ട് അത് അസംബ്ലി അറിയുന്നില്ല. ഇപ്പോൾ ഏതെങ്കിലും ഒരു MLA മണ്ഡലത്തിൽ ഒരു പ്രൊജക്റ്റ് നടക്കുന്നു, അത് മറ്റ് MLA മാർ അറിയുന്നില്ല, ആരും അറിയുന്നില്ല. അത് വേറൊരു തരത്തിൽ തന്നെ അതിൻ്റെ ഇംപ്ലിമെൻറ്റിങ് നടക്കുകയാണ് കിഫ്ബി വഴി. അതിൻ്റെ മോണിറ്ററിങ് കിഫ്ബി തന്നെയാണ് നടത്തുന്നത്. ജനപ്രതിനിധികൾ ഇതേക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ ഒരു MLA ക്ക് ഒരു പദ്ധതി കിട്ടി, കിഫ്ബി നടപ്പാക്കി ഇംപ്ലിമെൻറ്റ് ചെയ്തു, MLA സന്തോഷം, ആ നിയോജകമണ്ഡലിലെ ആളുകൾ സന്തോഷം. അതിലിപ്പോൾ അഴിമതി ഉണ്ടോ എന്ന് ആരന്വേഷിക്കും? അത് അഴിമതി എങ്ങനെയാണ് വരിക? അല്ലെങ്കിൽ അതിൻ്റെ വയബിലിറ്റി, ഫിനാൻഷ്യൽ വയബിലിറ്റി, ആ പ്രൊജക്റ്റ് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് ആഘാതം ഉണ്ടാക്കുക, അതിൻ്റെ ദീർഘകാല ലക്ഷ്യങ്ങൾ, ഗുണങ്ങൾ എന്തൊക്കെയാണ്, ഇത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള ഒരു മോണിറ്ററിങ്ങും ഉണ്ടാവുന്നില്ല. ജനാധിപത്യ വിരുദ്ധമായ ബജറ്റിനപ്പുറത്തുള്ള ഒരു പദ്ധതിയായിട്ടാണ് കിഫ്ബി. അതുകൊണ്ടാണ് കിഫ്ബിയെ എതിർത്തുകൊണ്ടിരുന്നത് UDF. അപ്പോൾ എതിർത്ത കിഫ്ബിയെ എങ്ങനെ റീഇൻവെൻറ്റ് ചെയ്യും എന്നുള്ളത് വളരെ പ്രധാനമാണ്. അതോടൊപ്പം കിഫ്ബിയെ കട്ട് ഷോട്ട് ചെയ്യുന്നതിലൂടെ എങ്ങനെയാണ് ഇനി ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിനുള്ള ഫണ്ട് ഈ സർക്കാർ കണ്ടെത്തുക എന്നുള്ളതും കൗതുകമുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ ബജറ്റ് എല്ലാവരും ശ്രദ്ധയോടെ കാത്തിരിക്കുകയാണ്. കാരണം ഒരു പൊളിച്ചെഴുതൽ ബജറ്റായിട്ടായിരിക്കും തീർച്ചയായിട്ടും ഇത് വരിക. അത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ളതൊക്കെ ഈ അടുത്ത ബജറ്റിൻ്റെ സമയത്ത് നമുക്ക് അറിയാൻ പറ്റും. രാഘവ് എങ്ങനെ ചിന്തിക്കുന്നു പുതിയ ബജറ്റിനെ കുറിച്ച്? അല്ല, പുതിയ ബജറ്റ് നേരത്തെ പറഞ്ഞ വി ഡി സതീശൻ ഈ കേരളത്തിൻ്റെ സാമ്പത്തിക ക്രമത്തെ ആകമാനം മാറ്റിമറിക്കേണ്ടതുണ്ടെന്നും ഇപ്പോൾ പോകുന്ന വഴിയിൽ പോയാൽ പോരാ എന്നുള്ള അഭിപ്രായം പലകുറി പറഞ്ഞ ആളും ഒരു ഫിനാൻഷ്യൽ എക്സ്പേർട്ട് എന്ന് അവകാശപ്പെടുന്ന ആളായിരിക്കും. ആ നിലയ്ക്ക് സ്വന്തം ഇമേജ് ബിൽഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ള ഒരാളാണല്ലോ. അപ്പോൾ അതേ നാളെ കൊണ്ടുവരാൻ പോകുന്ന ബജറ്റ് എന്താണ് നമ്മളെല്ലാവരും ആകാംക്ഷയോടെ ഉറ്റുനോക്കുന്നു. കാരണം കേരളത്തിൻ്റെ സാമ്പത്തികമായ ഒരു ഞെരുക്കത്തിന് കാരണം കേന്ദ്ര സർക്കാർ നമ്മളോട് സ്വീകരിക്കുന്ന വിവേചന സമീപനമല്ല എന്ന് വിചാരിക്കുന്ന ആളാണ് വി ഡി സതീശനും അദ്ദേഹത്തിൻ്റെ സർക്കാരും. അപ്പോൾ അവിടെ നിന്ന് കൂടുതൽ ഫണ്ടൊന്നും എക്സ്പെക്ട് ചെയ്യാതെ കേരളത്തിൽ തന്നെ കൂടുതൽ വിഭവ സമാഹരണത്തിലേക്ക് ഊന്നിക്കൊണ്ടുള്ള എന്തൊക്കെ പരിപാടി അദ്ദേഹം കൊണ്ടുവരും എന്നാണ്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ടാക്സ് കളക്ഷൻ പോലെയുള്ള സംഗതികൾ പ്രധാനമാണ്. നോൺ ടാക്സ് നികുതിയേതര വരുമാനം എങ്ങനെ വർദ്ധിപ്പിക്കാൻ പോലെയുള്ള നൂതനവും ഭയങ്കര സാഹസികവുമായിട്ടുള്ള ഏതൊക്കെ പദ്ധതികൾ അദ്ദേഹം പ്രഖ്യാപിക്കും പുതുതായി വിപ്ലവകരമായി എന്നുള്ളത് പ്രതീക്ഷയുടെ ഉറ്റുനോക്കുന്നൊരു കാര്യമാണ്. അതിലൊരു കൗതുകരമായ സംഗതി ഉള്ളത്, നാളത്തെ ബജറ്റിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാനുള്ളത് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്ന എത്ര പോലുള്ള സംഗതികൾ ഉണ്ടാവുമെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ കേന്ദ്രം നമ്മുടെ ഗ്രാൻഡ് വെട്ടിക്കുറയ്ക്കുന്നു, നമ്മുടെ GST നഷ്ടപരിഹാരത്തിൽ പ്രശ്നം ഉണ്ടാകുന്നു, നമ്മളതുമായി ബന്ധപ്പെട്ട് നിരന്തരമായിട്ടുള്ള പോരാട്ടം നടത്തുന്നു, നമ്മുടെ വായ്പാ പരിധി കുറയ്ക്കുന്നു. ഇതെല്ലാം
കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഉന്നയിക്കുമ്പോഴും അതൊന്നുമല്ല, മിസ്മാനേജ്മെൻറ്റാണ് ഇഷ്യൂ എന്ന് ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ആളാണ് അദ്ദേഹം, എന്ന അഭിപ്രായമുള്ള ആളാണ് അദ്ദേഹം. അപ്പോൾ അതിനെ മറികടക്കുന്ന തരത്തിലുള്ള പുതിയ പ്രോജക്റ്റുകൾ അദ്ദേഹം എങ്ങനെ കൊണ്ടുവരും? നേരത്തെ പജിം സുഹൃത്തിലെ കിഫ്ബി എന്ന് പറയുന്ന പ്രോജക്റ്റിനെ അവർ തള്ളിക്കളയുന്നില്ല. പക്ഷേ കിഫ്ബി കംപ്ലീറ്റ് അടിമുടി കുഴപ്പമാണെന്നും അഴിമതിയാണെന്നും ഓഡിറ്റ് ഇല്ല എന്നും ധൂർത്താണെന്നും തോന്നുംപടിയാണെന്നൊക്കെയുള്ള അഭിപ്രായം അവർക്ക് അതിനെക്കുറിച്ചുണ്ട്. അവരെങ്ങനെയാണ് കിഫ്ബിയെ റീസ്ട്രക്ചർ ചെയ്യുക എന്നുള്ളത് ഉറ്റുനോക്കേണ്ട കാര്യമാണ്. വരുമാനത്തിൻ്റെ സാധ്യതകൾ എങ്ങനെ കേരളത്തെ ഒരു വികസിത ഭൂമികയാക്കി മാറ്റാൻ ഇവർ പ്രഖ്യാപിച്ചിട്ടുള്ള ഇന്ദിരാ ഗ്യാരണ്ടി പദ്ധതികളെല്ലാം കൊടുക്കാൻ ആവശ്യമായ പണം നിലവിൽ നമ്മുടെ ഖജനാവിലില്ല. ഇപ്പോൾ തന്നെ സതീശൻ പറഞ്ഞതനുസരിച്ച് 5000 കോടി രൂപയുണ്ട്. 5000 കോടി രൂപയ്ക്ക് അതിൻ്റെതായ ചിലവുണ്ട്. അപ്പോൾ ഞങ്ങൾ ഖജനാവ് നിറയ്ക്കും എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഖജനാവ് നിറയ്ക്കുക എന്ന് വെച്ചാൽ അത്രയും വരുമാനം വരണം. കേരളത്തെ സംബന്ധിച്ച് അങ്ങനെ ഖജനാവ് നിറയ്ക്കാൻ കഴിയുന്ന ഒരു സാമ്പത്തിക അവസ്ഥ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സംശയമാണ്. കേരളം നമ്മൾ നികുതി പിരിക്കുന്നു, അവിടെ കൊടുക്കുന്നു, അതിൻ്റെ ഒരു വിഹിതം നമുക്ക് കിട്ടുന്നു എന്ന നിലയ്ക്കാണല്ലോ നമ്മൾ പ്രധാനമായും നമ്മുടെ സാമ്പത്തിക അടിത്തറ. അതിനപ്പുറത്തേക്കുള്ള പുതിയ വരുമാന സാധ്യതകൾ അദ്ദേഹം എന്താണ് കൊണ്ടുവരിക? കേന്ദ്രത്തെ വിമർശിക്കാതെയും കേന്ദ്രത്തോടൊരു തർക്കത്തിന് പോകാതെയും എങ്ങനെ കേരളത്തിൻ്റെ ഖജനാവ് നിറയ്ക്കുമെന്നറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അതിനകത്ത് ഇപ്പോൾ ഏതൊക്കെ ഏരിയ ടച്ച് ചെയ്യണമെന്ന് ചോദിച്ചാൽ ടച്ച് ചെയ്യേണ്ട ഏരിയ ഉണ്ട്. ഇപ്പോൾ അവർ പ്രഖ്യാപിച്ചിട്ടുള്ള പല പദ്ധതിയുണ്ട്. ഉമ്മൻചാണ്ടി ഇൻഷുറൻസ് പദ്ധതി 25 ലക്ഷം രൂപ ഓരോ കുടുംബത്തിനും. എന്തെങ്കിലുമൊക്കെ ഒരു ജനപ്രിയ പ്രഖ്യാപനം ഉണ്ടാവില്ല. അപ്പോൾ അത് ഇതിനകത്ത് ഉണ്ടാവും എന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കുന്ന കാര്യമാണ്. വിവിധ മേഖലകളിൽ അവർ അഡ്രസ്സ് ചെയ്തിട്ടുള്ള വലിയ പരിപാടികളുണ്ട്. ഇപ്പം ഒരു വാട്ടർ റൂട്ടൊക്കെ അദ്ദേഹം പ്രഖ്യാപിച്ചല്ലോ. കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വാട്ടർ റൂട്ടൊക്കെ അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളിലാണ്. അപ്പോൾ അതുപോലുള്ള വലിയ ഹ്യൂജ് പ്രോജക്റ്റ് പ്രഖ്യാപിക്കുമ്പോൾ അതിന് പിന്നെ ഇപ്പോൾ അവർ പറഞ്ഞ ഹൈസ്പീഡ് റെയിലുമായി ബന്ധപ്പെട്ട അവരുടെ കോൺസെപ്റ്റ് എന്താണ്? അവർ വല്ലതും പ്രഖ്യാപിക്കാൻ പോകുന്നുണ്ടോ? അതിൻ്റെയൊക്കെ പണം ഇടുന്നതാണ്. അപ്പോൾ കൗതുകത്തോടെ ഉറ്റുനോക്കുന്നത്. ഒരു രാത്രിയോടെയല്ലോ നോക്കാമെന്നാണ്. എങ്ങനെ പ്രതീക്ഷിക്കാം? അല്ല, ഞാൻ വളരെ കൗതുകത്തോടു കൂടിയാണ് ഈ ബജറ്റ് നോക്കിക്കാണുന്നത്. കാരണം വി ഡി സതീശൻ എന്ന് പറയുന്നത് കേരളത്തിലെ മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി തന്നെ ബജറ്റ് അവതരിപ്പിക്കുകയാണ്. അദ്ദേഹം തന്നെയാണ് ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്. പക്ഷേ ഇതിലെ സംഗതി എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വളരെ കാലമായി, ഇപ്പം തോമസ് ഐസക്കാണ് നമ്മളിപ്പം സമീപകാലത്തെ ഏറ്റവും നല്ലൊരു ധനമന്ത്രിയായിട്ടും ഏറ്റവും ഇതേക്കുറിച്ച് അറിവുള്ള ഒരാളായിട്ടും ഒക്കെ നമ്മൾ കണക്ക് കൂട്ടിയിട്ടുള്ളത്. ആ ധനമന്ത്രിയായിരുന്ന തോമസ് ഐസക്കിനോട് സംവാദം നടത്തി കയ്യടി നേടിയ ആളാണ് വി ഡി സതീശൻ. അങ്ങനെ ഇക്കാര്യത്തിൽ ധനതത്വശാസ്ത്രത്തിലും അതോടൊപ്പം തന്നെ ഈ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലുമൊക്കെ നല്ല അറിവുണ്ട് എന്ന് നമ്മളെല്ലാം കരുതുന്ന ഒരാളാണ് നാളെ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസംഗം ഞാൻ കേട്ടു. അതായത് നിയമസഭാ ഹാളിൽ MLA-മാർക്കുള്ള ശില്പശാലയോ മറ്റാണ്. അദ്ദേഹം ഈ സാധാരണ ഓറിയന്റേഷൻ ക്ലാസ് ആയിരുന്നു. അതിൽ സാധാരണ അദ്ദേഹം തന്നെയാണ് ക്ലാസ് എടുക്കാറ്. പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴും MLA-മാർക്ക് സഭാ കാര്യങ്ങൾ എങ്ങനെയാണ് എന്ന് വിശദീകരിച്ച് കൊടുക്കാനൊക്കെ അദ്ദേഹം തന്നെയാണ് ക്ലാസ് എടുക്കുക. ആ ക്ലാസ്സിൽ അദ്ദേഹം പറയുന്നുണ്ട്, നിയമസഭയിൽ ഞാൻ ആദ്യമായി എത്തിയപ്പോൾ എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു. ബജറ്റ് എന്താണെന്ന് അറിയില്ലായിരുന്നു, ടാക്സ് എന്താണെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ABCD എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഞാൻ ഇത് പഠിച്ചെടുക്കാനാണ് ആദ്യം ശ്രമിച്ചത്. ഞാൻ നിയമസഭയിലെ ലൈബ്രറിയിൽ വലിയ സംവിധാനങ്ങളുണ്ട്, വലിയ ഗ്രന്ഥങ്ങളുടെ ശേഖരമുണ്ട്. മുൻ സർക്കാരുകൾ, മുൻ ധനമന്ത്രിമാരുടെ ലേഖനങ്ങളുണ്ട്, ബുക്കുകളുണ്ട്. അതോടൊപ്പം തന്നെ ലോകത്തുള്ള സകലമാന ബുക്കുകളുടെയും ഒരു കലവറ തന്നെയാണ് നിയമസഭാ ലൈബ്രറി. അത് ഞാൻ പരമാവധി ഉപയോഗിച്ച് അങ്ങനെയാണിത് പഠിച്ച് വന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അങ്ങനെ സീറോയിൽ നിന്ന് പഠിച്ചു വന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി ഇപ്പോൾ ധനമന്ത്രി എന്ന രീതിയിൽ നാളെ ബജറ്റ് അവതരിപ്പിക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്ന് എന്താണ് വരുന്നത് എന്നുള്ളത് കൗതുകത്തോടുകൂടി നോക്കുകയാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എനിക്ക് തോന്നിയത്, ഈ സർക്കാർ അധികാരത്തിൽ വന്ന് ആദ്യം ചെയ്ത ഒരു കാര്യം കേരയിൽ എന്ന് പറയുന്ന പദ്ധതിയെ ഇല്ലാതാക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരു പദ്ധതി, നിലവിൽ ഉണ്ടായിരുന്നൊരു പദ്ധതിയെ വേണ്ടാന്ന് തീരുമാനിക്കുകയാണ്. അപ്പോൾ പക്ഷേ അതിവേഗ പാതയ്ക്ക് സർക്കാർ എതിരല്ല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും കേരളത്തിന് ഒരു അതിവേഗ പാത ആവശ്യമാണ്. അത് കേരളത്തിന് പുറത്ത് പല സംസ്ഥാനങ്ങളും തുടക്കം കുറിച്ചിട്ടുണ്ട്. പലരും ഇപ്പോൾ ചർച്ച ആരംഭിച്ചിട്ടുണ്ട്. പലരും പല രീതിയിൽ അത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കേരളം മാത്രം അതിൽ നിന്ന് വിട്ടു നിൽക്കാനാവില്ല. അപ്പോൾ കേരളിന് പകരം മറ്റൊരു പദ്ധതി പ്രഖ്യാപിക്കുമെന്നുള്ള പ്രതീക്ഷ എനിക്കുണ്ട്. അതെന്താണെന്ന് അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്. അതോടൊപ്പം തന്നെ നേരത്തെ അതിൻ്റെ തുടക്കം നിഷ സൂചിപ്പിച്ചു, തുറമുഖ നഗരമായി കേരളത്തെ മാറ്റുമെന്നുള്ളതാണ് സതീശൻ പറഞ്ഞത്, അല്ലേ? തുറമുഖ നഗരമായി. അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് അറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്, ഒരു കൗതുകമുണ്ട്. കാരണം കേരളം നമുക്കറിയാം ഒരു ഭാഗം മുഴുവൻ കടലാണ്, തീരപ്രദേശമാണ്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹത്തിൻ്റെ ആശയം എന്താണ് എന്ന് അറിയാനുള്ളൊരു കൗതുകമുണ്ട്. അതെങ്ങനെയാണെന്ന് അറിയേണ്ടതുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അടിസ്ഥാന കാര്യങ്ങളിൽ ഇപ്പോൾ നമ്മുടെ ഈ മഴക്കാലത്ത് നമ്മൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഒരുപാട് പകർച്ചവ്യാധികൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഒരുക്കുന്നില്ലേ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കുന്നില്ലേ? ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ അടിസ്ഥാനപരമായ കാര്യങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വൻകിട പദ്ധതികൾക്ക് പണം കൊടുത്ത് ശ്രദ്ധ നേടുക എന്നുള്ള രീതി പലപ്പോഴും സർക്കാരുകൾ സ്വീകരിക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറി കൂടുതൽ ബേസിക്കായ കാര്യങ്ങൾക്ക് എത്ര തുക ചിലവഴിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ
ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടങ്ങളിൽ ഏറ്റവും ആവശ്യമായ തുക ചെലവഴിക്കാൻ കഴിയുന്നൊരു ബജറ്റായി വരട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ വരുമാനം എങ്ങനെ കണ്ടെത്തുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. അതിനെന്ത് മാജിക്കാണ് വി ഡി സതീശൻ്റെ കയ്യിലുള്ളത്. ഒപ്പം കേന്ദ്രത്തിൽ നിന്നുള്ള ഫണ്ട് എത്രത്തോളമാണ് ഇവർ പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ 2 സർക്കാരുകൾക്കും ആവശ്യത്തിന് തുക കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടില്ല. ഇത്തവണ എന്താണ് ഇവർ പ്രതീക്ഷിക്കുന്നത്? കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാവുന്ന മുഴുവൻ ലഭിക്കും, അതിനനുസരിച്ചുള്ള ഒരു ബജറ്റാണോ ഉണ്ടാക്കുന്നത്, അതല്ല കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് പലതും നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്, അത് വെച്ചുള്ള ബജറ്റാണോ ഉണ്ടാക്കുന്നത് എന്നൊക്കെ അറിയാനുള്ള താല്പര്യമുണ്ട്. ഏതായാലും നാളെ രാവിലെ 9 മണിക്കാണ് ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായ മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ ബജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഒരു രാത്രിയുടെ ദൈർഘ്യം മാത്രമേ ഉള്ളൂ. നമുക്ക് കാത്തിരിക്കാം.